മൃഗങ്ങളെ വളർത്തുക, അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നായ്ക്കളെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നായ്ക്കളെ വളർത്തുന്നവർക്ക് ചില തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരിക്കലും ഇവയെ വളർത്തരുതെന്നോ സ്നേഹിക്കരുതെന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നോ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. ഞാനും നേരത്തെ ഒരു നായയെ വളർത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ് അവയോടൊപ്പം കളിക്കുന്നതും അവയെ പരിപാലിക്കുന്നതും ഒക്കെ. പക്ഷേ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒരു തെറ്റായിട്ടുള്ള പ്രവണത എന്ന് പറഞ്ഞാൽ ഇവയെ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് പരിപാലിക്കാറില്ല എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഒരു ജീവിയെ നമ്മുടെ വീട്ടിൽ വളർത്തുമ്പോൾ അവയ്ക്ക് വേണ്ട ആഹാരം കൊടുക്കുക, നല്ലൊരു പാർപ്പിടം കൊടുക്കുക, അതിനോടൊപ്പം തന്നെ ഇവയെ ശുചിയായിട്ട് അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് അവയെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇത്തരത്തിൽ ചെയ്യാത്ത ചില ആളുകളെ സംബന്ധിച്ച് ഇവരുടെ ശരീരത്തിൽ, അതായത് ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ പൊതുവേ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റാബിസ് അല്ലെങ്കിൽ പേവിഷബാധ ഈ പറയുന്ന നായ്ക്കളിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ്. തികച്ചും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ഇത്തരത്തിലുള്ള ഈ റാബിസിനേക്കാൾ കൂടുതലായിട്ട് നമ്മളെ ബാധിക്കുന്ന മറ്റ് ചില രോഗങ്ങളുണ്ട്. ഈ അടുത്ത ദിവസം എനിക്ക് വന്ന ഒരു പേഷ്യൻ്റാണ് ഈ പറയുന്ന വീഡിയോ ചെയ്യുന്നതിന് പ്രധാനമായിട്ടും ആസ്പദമായിട്ടുള്ള ഒരു കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ ഓരോ രോമങ്ങളിലും ചെറിയ ചെറിയ കുരുക്കൾ പോലെ വന്നിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു രീതിയും ഇടയ്ക്കിടയ്ക്ക് വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ലോഷൻ കൊടുത്തെങ്കിലും പിന്നീടാണ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി നടക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തെറ്റായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നായ്ക്കളിൽ നിന്ന് നമുക്കുണ്ടാവുന്ന പ്രധാനപ്പെട്ട ഒരു രോഗം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. കാരണം നമ്മുടെ വീട്ടിലുള്ള നായ്ക്കൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്നത് നമ്മളെ കാണുമ്പോൾ ഓടി വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ചാടി കയറുന്നത് പോലെയും നമ്മളെ നക്കുന്നത് പോലെ, അതായത് അവയുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും അവയുടെ നാവ് കൊണ്ട് നമ്മളെ നക്കുന്ന ഒരു രീതിയിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെങ്കിൽ സ്ക്രാച്ചസ് ഉള്ള സമയത്ത് സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കുണ്ടാവുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവയുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇവയുടെ ബോഡിയിൽ നിന്ന് നമുക്കുണ്ടാവുന്ന സാധാരണ ഉമിനീര് കൊണ്ടോ അല്ലെങ്കിൽ ഇവയുടെ മലമോ മൂത്രമോ കൊണ്ട്, അതായത് വിസർജ്യ വസ്തുക്കൾ കൊണ്ടും ഇവയുടെ രോമം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് പറന്നു കയറുന്നതോടും നഖത്തിൽ നിന്നുണ്ടാവുന്ന സ്ക്രാച്ചസ് പോലും നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇതിൽ തന്നെ സാൽമണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം ഇവയുടെ മലമൂത്രങ്ങളിൽ കാണാറുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും വയറുവേദന, ഛർദിൽ, ഈ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ, പിന്നീട് പനി, ശക്തമായിട്ടുള്ള പനി അനുഭവപ്പെടുക, ശരീരം വേദന ഉണ്ടാകുക മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് ഇവയുടെ മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ കാലുകൊണ്ട് ചവിട്ടി നടക്കുന്ന സമയത്തോ നമ്മൾ അവരുടെ ഈ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത്, അതായത് കൂടുകൾ വൃത്തിയാക്കുന്ന സമയത്തോ നമ്മുടെ കൈകളിൽ പറ്റാനോ കാലുകൾ വഴിയോ ഇവ ഡയറക്റ്റ് നമ്മുടെ രക്തവുമായിട്ട് കലർന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അടുത്തതായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാരസൈറ്റ് ഇൻഫെക്ഷൻസ് ആണ്. അതായത് ഇവയുടെ എല്ലാ ശരീരത്തിൽ ചെള്ളുകൾ പോലെയുള്ള ജീവികളുടെ സാന്നിധ്യം, അതായത് പരാത ജീവികളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇവയെ ക്ലീൻ ചെയ്യുന്ന സമയത്തോ കുളിപ്പിക്കുന്ന സമയത്തോ ആഹാരം കൊടുക്കുന്ന സമയത്തോ ഒക്കെ ഇവ നമ്മുടെ രോമങ്ങളുടെ ആ ഒരു ഭാഗത്തേക്ക് വരികയും ഈ പറയുന്ന ഓരോ ഹെയർ ഫോളിക്കിളുടെ ഉള്ളിലായിട്ട് മുട്ടകൾ, അതായത് എഗ്സ് ലേ ചെയ്തതിന് ശേഷം ഇവ പെറ്റ് പെരുകുന്ന ഒരു രീതിയിൽ വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ചൊറിച്ചിൽ വിട്ടുമാറാതെ നിൽക്കുന്ന രീതിയിൽ കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്കുണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ചെറിയ കുരുക്കൾ പോലെ വന്നിട്ട് നമുക്ക് വട്ടച്ചൊറി എന്ന് പറയുന്ന ഒരു രോഗം, അതായത് ടീനിയ പോലുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലരുടെ ശരീരത്തിൽ ചൊറിഞ്ഞിട്ട് സെൻറ്റർ ഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും എന്നാൽ മറ്റ് ഭാഗങ്ങൾ കുരുക്കൾ പോലെയും കാണുന്ന രീതിയിലുള്ള രോഗങ്ങൾ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഉണ്ടാവുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിട്ടുമാറാതെയുള്ള റെസ്പിറേറ്ററി ട്രാക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രോഗങ്ങൾ, അതായത് ശക്തമായിട്ടുള്ള ചുമ, ആസ്മ, അലർജി പ്രശ്നങ്ങൾ, എപ്പോഴും മൂക്കടപ്പ്, ജലദോഷം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇവയുടെ രോമം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു രീതിയിൽ വന്നിട്ട് ഇത് നമ്മുടെ മൂക്കിലേക്ക് കയറുകയും നമ്മുടെ മൂക്കിൽ ചെറിയ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഇതൊരു അലർജനായിട്ട് ആക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഭയങ്കരമായിട്ടുള്ള
പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇവയെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അതായത് നഖം കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ വെട്ടി ക്ലീൻ ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രോമ വളർച്ച കൂടുതലായിട്ടുള്ള നായ്ക്കളിലാണെങ്കിൽ നമ്മൾ എപ്പോഴും അവയുടെ രോമം ട്രിം ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ എപ്പോഴും ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ചിട്ട് വേണം ഇവയെ നമ്മൾ കുളിപ്പിക്കാനായിട്ടുള്ളത്. ഇവയുടെ കൂടുകൾ വൃത്തിയാക്കാനും ആഹാരം കൊടുക്കാനും ഒക്കെ പോകുന്ന സമയത്ത് ചെരുപ്പോ ഗ്ലൗസോ നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുളിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും ഗ്ലൗസും അതുപോലെ തന്നെ നമ്മളൊരു ഷൂ പോലെ കാല് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഡ്രസ്സുകളോ അല്ലെങ്കിൽ ഷൂസുകളോ നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇനി ഇവയുടെ മലവും മൂത്രവും ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തും നമ്മൾ അത്യാവശ്യം വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഡിസിൻഫെക്റ്റൻറ്റുകൾ ഒഴിക്കുക, ഡെറ്റോൾ ഒഴിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. സലൈവയായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരിക, അതായത് ഉമിനീരുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന രീതിയിലുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് പരമാവധി ഒഴിവാക്കുക. വീട്ടിലുള്ള കുട്ടികളെ ആണെങ്കിൽ പോലും നമ്മൾ ഇവയുമായിട്ട് കളിക്കാൻ അനുവദിക്കുന്നതിൽ പ്രശ്നമില്ല. നമ്മുടെ ഒരു കെയർ കിട്ടുന്ന ആ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ വെച്ച് മാത്രം നമ്മൾ കുട്ടികളെ കളിക്കാനായിട്ട് വിടുക എന്നൊരു കാര്യം കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് ഇത്തരത്തിലുള്ള ജീവികൾക്ക് പലപ്പോഴും ഇപ്പോൾ രോഗവളർച്ച കൂടുതലായിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും തട്ടി ചെറിയ ചെറിയ മുറിവുകൾ അവയുടെ ശരീരത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മുറിവുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്യുക. ഊണ്ടിൽ കൃത്യമായിട്ടുള്ള ഡ്രസ്സിങ് നമ്മൾ ചെയ്തു കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്കും രോഗം വരും. ഈ പറയുന്ന മൃഗത്തിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ടും നശിക്കുന്ന രീതിയിലും വരും. എപ്പോഴും ഒരു മനുഷ്യനേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കാൻ മൃഗങ്ങൾക്ക് സാധിക്കുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. കാരണം അവർക്ക് നമ്മളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രയമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന നായ്ക്കളെയും കാണുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് രോഗം വരുന്നത് പോലെ തന്നെ അവയെ സംരക്ഷിക്കണം. നമ്മളുടെ ഹെൽത്തും നമ്മൾ നല്ല രീതിയിൽ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക. കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും